ഹലോ, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെ പരിചയമുണ്ടാവും. പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ശില്പ അഖിൽ. എൻ്റെ ആർട്ട് വർക്ക്സ് ആണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഈ ക്രാഫ്റ്റിന് വേണ്ടി ഞാനിന്ന് യൂസ് ചെയ്യുന്നത് എയർഡ്രൈ ക്ലേ ആണ്. ഞാൻ കാഫോറിൽ നിന്ന് വാങ്ങിയതാണ്. 1 kg 17 ദിറംസിനടുത്തുണ്ട്. പക്ഷേ 250 ഗ്രാമിൻ്റെ ഒരു പാക്കിന് 6 ദിറംസേ ഉള്ളൂ. സോ ഒരു ബിഗിനറിന് ട്രൈ ചെയ്ത് നോക്കാൻ 6 ദിറംസിൻ്റെ പാക്കായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് യൂസ് ചെയ്യാത്തൊരു കിച്ചൺ നൈഫ് എടുത്ത് സ്ലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കാം. എടുത്ത ക്ലേ നന്നായി കുഴച്ച് ഒരു റോളിംഗ് പിന്നോട് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ നിന്ന് 2 ടൈപ്പ് കോസ്റ്റേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് തിന്നും ഒന്ന് തിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ ഇന്നിവിടെ ആദ്യം കാണിക്കുന്നത് തിന്നായിട്ടുള്ള കോസ്റ്റർ ഉണ്ടാക്കാനാണ്. നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ അത് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഒരു പാത്രം വെച്ച് സർക്കുലർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്രിഫറബിളി ഇത്തിരി വലിയ സൈസിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് എഡ്ജസ് റൗണ്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് കിട്ടും. ഇവിടെ ഇറഗുലർ ഷേപ്പിലുള്ള എഡ്ജസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് എഡ്ജസ് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ നമുക്കിനി ഒരു തിക്ക് കോസ്റ്റർ ഉണ്ടാക്കാം. ഓവർനൈറ്റ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ 2 കോസ്റ്റേഴ്സും നല്ല ഫിനിഷിങ്ങോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇറഗുലർ എഡ്ജസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഗുലർ എഡ്ജസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് എഡ്ജസ് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്.
ഇത് ഐക്കിന്ന് വാങ്ങിയതാണ്. ഇത് ഫേർണിച്ചറിൻ്റെ താഴെയൊക്കെ നോർമലി ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ മാർബിൾ ഫ്ലോറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഫേർണിച്ചറിൻ്റെ താഴെ സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കോസ്റ്റേഴ്സിൻ്റെ താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം കോഫി ടേബിളൊക്കെ ഗ്ലാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതുമ്പോൾ സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വാർണിഷ് ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. അതില്ലാത്തവർക്ക് ഫെവിക്കോളിൽ വാട്ടർ മിക്സ് ചെയ്ത് 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്ത് അത് ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തൊന്നും മനസ്സിലാവുകയില്ല, എന്നാൽ ഡ്യൂറബിലിറ്റി കൂടുകയും ചെയ്യും. വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് തന്നെ ആയാലും ഞങ്ങളെ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞാലേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ടായാലും സജഷനായാലും ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇത് മൂന്നിലും ഞങ്ങൾ വളരെ ആക്റ്റീവാണ്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ബാക്കി വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഏതെങ്കിലും വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടി അത് ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവട്ടെ.